ഹലോ നമസ്കാരം. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ഒത്തിരി യോഗ കേട്ടോ. പുഴുവിനെ പിടിക്കുക, അതിനിടയ്ക്ക് എല്ലാം. അപ്പോൾ അതിൻ്റെ കൂടെ മഹതിക്കുട്ടിയും കൂടിയിട്ടുണ്ടോ. അടങ്ങിയിരിക്കത്തില്ല ഒരു സെക്കൻഡ്. രാവിലെ ഞാൻ നോക്കിയപ്പം ഇവിടെ വന്ന് കാണിക്കുന്ന പരിപാടി കേട്ടോ. ഇന്ന് നല്ല വെയിലും നല്ല ക്ലൈമറ്റും കേട്ടോ. ഇന്ന് മഴയൊക്കെ മാറി ഏകദേശം നല്ല വെയിലാണ്. ഇനി രാവിലത്തെ കാര്യങ്ങളൊക്കെ. അണ്ണാൻകുഞ്ഞുണ്ടോ ഓലയുടെ മണ്ടായിരിക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എടുത്താൽ കേട്ടോ. ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുമാർ അവിടെ നിന്ന് കളിക്കട്ടെ. എനിക്ക് ആ സമയം കൊണ്ട് വേണം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ. ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. പൂരിയുണ്ട്, മസാലക്കറിക്കുള്ള ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലേ. അത് ഏകദേശം കടുക് പൊട്ടിക്കാൻ അമ്മ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പൂരിക്കൊക്കെ ഞാൻ കുഴച്ച് വെച്ചോ, രാവിലെ ഇരുന്നിട്ട് കുഴച്ച് വെച്ചോ കേട്ടോ. പൗൾമാർ എണീക്ക് വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിൽ ഒന്നും നടക്കത്തില്ല. പൗൾമാർ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയം നോക്കി ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ നോക്കും. അങ്ങനെ പൂരിക്കുള്ള മസാലക്കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്ത് ഞാൻ വേറെ എന്നിട്ടില്ല, ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ എൻ്റെ മോൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ശേഷം ഗരം മസാലപ്പൊടി. ബാക്കി ഉരുളക്കിഴങ്ങും തക്കാളിക്ക, സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനം ചേർത്തിട്ട് വേവിക്കുക കേട്ടോ. ലാസ്റ്റ് പിന്നെ തേങ്ങാപ്പാലും ചേർത്ത് കടുക് പൊട്ടിച്ച് നമ്മൾ ചേർക്കാം. അപ്പം അവളുമാരെ ഇവിടെ എല്ലാ സമയം നോക്കി ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ട് ഫുൾ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അതുകൊണ്ട് കടുകൊക്കെ ഏകദേശം താളിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. അതിന് മുമ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അടിപൊളി ഒരു പൂരി മസാലക്കറി കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പൂരിയും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോൾ രണ്ടെണ്ണം കൂടെ അവിടെ ഇരുന്ന് കളിയാണ്. കുളിപ്പിക്കാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മേതക്കുട്ടിയെ കുളിപ്പിച്ച് കയറ്റി ഗൈസ്. ഇനി മഹതിയും കൂടെ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ മേതക്കുട്ടി ആ ഗ്യാപ്പിൽ നോക്കി ഞാൻ അങ്ങോട്ട് അവളെ കുളിപ്പിക്കുന്ന സമയം നോക്കി കയറി ചാടില്ല, പുറത്തോട്ട് ചാടി ഓട്ടേ. എൻ്റെ കണ്ണ് പിടിച്ചേ. അപ്പം ഞാൻ പുറകെ വന്നാ. എന്തുവാ ബൗബു വരയ്ക്കുന്നു. ഇനി കുടയൊക്കെ നൂർത്ത് പുറത്തേക്ക് ചാടാനുള്ള പരിപാടിയാണ്. കുട നൂർക്കണ്ട, അവിടെ വെച്ചോ. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക, അല്ലെങ്കിൽ പിന്നെ ഇവളുമാർ രണ്ടും എനിക്ക് നല്ല പണി വരും. മാലയെല്ലാം വലിച്ചു വാരിയിട്ടിട്ടാണ് ഓടിപ്പോയത്. അപ്പോൾ നല്ല വെയിലും. ഇനിയിപ്പോൾ ഇവളുമാർക്ക് ഫുഡ് കൊടുക്കണം. ഒത്തിരി താമസിച്ച് പോയി അവധി ആയതുകൊണ്ടേ. അപ്പോൾ ഫുഡും കൊടുത്ത് ഞാനൊന്ന് ഫ്രഷായി കഴിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.